ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ എർത്ത് എന്ന് പറയുന്ന നമ്മുടെ ഭൂമി ഉണ്ടല്ലോ, നമ്മളെല്ലാം നിൽക്കുന്ന ഈ ഒരു നമ്മുടെ പ്ലാനറ്റ്, ഇത് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല എന്നുള്ളത് എൻ്റെ എല്ലാ മക്കൾക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭൂമിക്ക് ആക്ച്വലി 2 തരത്തിലുള്ള മൂവ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവയാണ് റൊട്ടേഷനും റവല്യൂഷനും എന്ന് പറയുന്നത്, അഥവാ ഭ്രമണവും പരിക്രമണവും എന്ന് പറയുന്നത്. എന്താ ഈ ഭ്രമണം എന്ന് പറയുന്നത് നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കാറുണ്ടെങ്കിൽ, മക്കളെ, നമ്മളിവിടെ കാണുന്ന ഒരു ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്, അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. ഇറ്റ്സ് സ്പിന്നിങ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് എന്നാ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോൾ എടുക്കുക, ഉദാഹരണം പറയാൻ തന്നെ ഒരു ബോൾ എടുക്കാം. ആ ബോളിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഈർക്കിളോ മറ്റു കമ്പുകളോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് നേരെ പിടിച്ചിട്ട് ആ ബോളിനെ നമ്മൾ കറക്കുകയാണെങ്കിൽ ആ ബോൾ കറങ്ങിക്കൊണ്ടേ ഇരിക്കൂലേ? അതുപോലെ എന്തെയാണ്? ഭൂമി സ്വയം കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ്, ഭൂമി സ്വയം തിരിയുന്നതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭ്രമണം എന്ന് പറയുന്നത്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ 24 hours ആണ്. 24 hours എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം. അപ്പോൾ ഈ രാത്രിയും പകലും ഡേയും നൈറ്റും ഒക്കെ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി റൊട്ടേഷൻ കാരണമായിട്ടാണ് എന്നാണ് ഒന്നാമതായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, റവല്യൂഷൻ എന്ന് പറയുന്ന പരിക്രമണം എന്ന് പറയുന്നത്. ഈ സ്വയം ഭൂമി കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഭൂമി ഒരാളെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. റിവോൾവ് ആരെയാ ചെയ്യുന്നത്? നമ്മുടെ കറക്റ്റ് സെൻട്രലായിട്ട് സണ്ണ് കിടക്കുന്നുണ്ട്, സൂര്യനുണ്ട്. ഈ സൂര്യനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവോൾവ്, വലയം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വലയം വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റവല്യൂഷൻ എന്ന് പറയുന്ന പരിക്രമണം എന്ന് പറയുന്നത്. ഒരു പരിക്രമണം, ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എത്ര സമയം വേണമെന്ന് പറയാമോ? 365.25 ദിവസമാണ്. 365 1/4 days എന്നാണ് ആക്ച്വലി പറയാം. അതെന്തുകൊണ്ടാണ്? 1 year ആണ്. അപ്പോൾ ഈ ഒരു 1 yearന്റെ ഉള്ളിൽ 4 സീസണുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ 4 സീസണുകൾ ഉണ്ടാവാനുള്ള കാരണം ഒക്കെ ആരാണ് മക്കളെ? നമ്മുടെ റവല്യൂഷനാണ്. സോ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. റൊട്ടേഷനും റവല്യൂഷനും ഭൂമിക്കുണ്ട്. ഈ റൊട്ടേഷനും റവല്യൂഷനും എങ്ങാനും ഭൂമിക്കില്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ നമുക്ക് ഒരിക്കലും എന്തെയില്ല, ഈ ഭൂമിയിൽ ജീവിക്കാനോ സമാധാനത്തോടു കൂടെ നിൽക്കാനോ ഒന്നിനും തന്നെ പറ്റില്ല എന്ന കാര്യം ആദ്യം തന്നെ എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സർപ്രൈസ് ആയിട്ട് പറഞ്ഞു തരട്ടെ മക്കളെ. റൊട്ടേഷൻ്റെ കൂടെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഈ അറ്റ്മോസ്ഫിയറും കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഫ് ഇൻ കേസ് ഈ റൊട്ടേഷൻ സ്റ്റോപ്പ് ആയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താലോ കേട്ടോ.